കൂട്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെള്ളം ഒഴുക്കുന്നുണ്ട്. മേളിലൊക്കെ ഇരുന്ന് കുറേ ആൾക്കാർ ഫോട്ടോസും വെള്ളത്തിൽ കളിയും കുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വരുന്ന വഴിക്ക്. എന്ത് രസമാണല്ലേ ഈ വെള്ളമൊക്കെ പതിഞ്ഞിങ്ങനെ ഒഴുകണ കാണാൻ വേണ്ടിയിട്ട്. പിന്നെയും പറയണ്ടല്ലോ, പിന്നെയും ഞങ്ങൾ അവിടുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അവിടെ ഇനി പ്രത്യേകിച്ചൊന്നും കാണാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ രണ്ടാളും ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. എന്നാലും ഇത്രയും ദൂരം വന്നിട്ട് വെള്ളച്ചാട്ടം കാണാൻ പറ്റാത്തതിൽ ഞങ്ങൾക്ക് ചെറിയൊരു വിഷമമുണ്ട്. പിന്നെയും ഞങ്ങൾ കുറച്ചങ്ങോട്ട് മുമ്പോട്ടേക്ക് നടന്നു പോയി. അവിടെ നിന്നാണെങ്കിലോ ഒരു ചെറിയൊരു വഴി കാട്ടിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ കണ്ടു. പക്ഷെ എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ എന്താണ് വെള്ളച്ചാട്ടത്തിൻ്റെയും കാര്യങ്ങളൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയായിരുന്നു. എന്തെങ്കിലും പാമ്പോ കാര്യങ്ങളോ. ഒന്നാമത് എൻ്റെ പേടി എൻ്റെ ചെരുപ്പാണ്. അത് തെന്നി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മൂക്കും കുത്തി എവിടെയെങ്കിലും വീഴും. പിന്നെ ആ കാട്ടിലൂടെ ഒരുവിധം എങ്ങനെയല്ലോ കയറിപ്പോയി. ചെരുപ്പ് പിടിക്കണോ പാൻറ് പിടിക്കണോ ഫോണ് പിടിക്കണോ എന്നൊരറിയാത്തൊരവസ്ഥ. പിന്നെ രണ്ടും കൽപ്പിച്ച് അതിൽ കൂടെ കയറി. ചെരുപ്പാണെങ്കിൽ ചവിട്ടുന്ന തെന്നിപ്പോവായിരുന്നു. പിന്നെ ആ കാടിൻ്റെ ഉള്ളിൽ കൂടെയും കല്ലിൻ്റെ ഇടയ്ക്കൂടെയും കയറി ഇവിടെ എത്തി. അങ്ങോട്ട് പോകാൻ വേണ്ടി നോക്കുമ്പോഴോ അതിലും കഷ്ണം വഴി. ഫുള്ള് കല്ലും മരങ്ങളും അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ പോണായിരുന്നു. പിന്നെ എന്തെല്ലൊക്കെയോ കാണിച്ച് ദൈവത്തോടൊക്കെ പ്രാർത്ഥിച്ച് ഇവിടെ എത്തി. ഇവിടെ എത്തിയപ്പോഴോ അതിലും ഭംഗിയുള്ള രസം. ഈ സൈഡിൽ കൂടെ ചെറുതായിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴുകുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ വെള്ളം ഒഴുകുന്ന ശബ്ദമുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് നോക്കിയപ്പോഴല്ലേ എന്തൊരു ഭംഗിയാണെന്നറിയാം. ഈ കാടും മരങ്ങളും കല്ലുകളും ഇടയ്ക്കൂടെ പോയാൽ എന്താ അതിമനോഹരമായ സ്ഥലമായിരുന്നു അത്. അവിടെ എത്തി ആ വെള്ളത്തിലിറങ്ങി കുറേ വെള്ളത്തിൽ കളിച്ചു. പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇൻസ്റ്റ സ്റ്റോറി ഇടാനും വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാനൊക്കെ. പിന്നെ ഞങ്ങൾ രണ്ടാളും പതിയെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോകാനായിട്ട്. വണ്ടിയാണെങ്കിൽ കുറച്ച് താഴെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ സീതാർകുണ്ടിനോട് ബൈ ബൈ പറഞ്ഞിറങ്ങി. ഇനി വരുമ്പോൾ സീതാർകുണ്ട് വാട്ടർഫോൾസ് കാണണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്.